നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിയെ ഒറ്റയ്ക്ക് തടയുക എന്നുള്ളത് സാധ്യമായിരുന്നില്ല. ക്രൂസിൻ്റെയും മോഡ്രിച്ചിൻ്റെയും ഒക്കെ സഹായം അതിന് തനിക്ക് വേണമായിരുന്നു. പറയുന്നത് കാസമിറോയാണ്. കാസമിറോ ഇപ്പോൾ ഒരു സ്പാനിഷ് മാധ്യമത്തിന് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ലിയോ മെസ്സിയെക്കുറിച്ചുള്ള ചോദ്യം, അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി. എനിക്ക് മെസ്സിയെ ഒറ്റയ്ക്ക് തടയാൻ കഴിയുമായിരുന്നില്ല. മെസ്സി അൺസ്റ്റോപ്പബിൾ ആയിരുന്നു. തീർച്ചയായിട്ടും എനിക്കതിന് ക്രൂസിൻ്റെയും മോഡ്രിച്ചിൻ്റെയും ഒക്കെ ഹെൽപ്പ് ആവശ്യമായിരുന്നു. എന്നാലും ഒറ്റയ്ക്ക് മെസ്സിയെ തടയുക എന്നുള്ളത് ഇമ്പോസിബിളായിരുന്നു. അല്ലെങ്കിൽ പിന്നെ മെസ്സിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ തടയുക എന്നുള്ളത് നടക്കുന്ന കാര്യമായിരുന്നില്ല. ഇതാണ് ഇപ്പോൾ കാസമിറോ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞില്ല കാസമിറോയുടെ ഒരു ചോദ്യം, നിങ്ങളുടെ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അത് മെസ്സിയുടെ ബാഴ്സലോണ ഇറയെ നിഴലിലാക്കിയോ? അതായത് മെസ്സി ബാഴ്സയിൽ കുറേ കിരീടങ്ങളൊക്കെ നേടിയെന്ന് പറയുമ്പോഴും അവരെക്കാൾ കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നിങ്ങൾ നേടിയില്ലേ? അത് മെസ്സിയുടെ ആ ഒരു ഇറയെ മങ്ങലേൽപ്പിച്ചുവോ, ബാഴ്സയിലെ ഇറയെ മങ്ങലേൽപ്പിച്ചുവോ എന്നതാണ് ചോദ്യം. അതിനുള്ള കാസമിറോയുടെ മറുപടി നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. മെസ്സി തീർച്ചയായിട്ടും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. പക്ഷേ ഞങ്ങൾക്ക് മറ്റൊരു താരവും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്രിസ്ത്യാനോ. രണ്ടുപേരും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. എൻ്റെ ജനറേഷനിൽ ബെസ്റ്റ് ക്രിസ്ത്യാനോ, മെസ്സി അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കൂട്ടത്തിലേക്ക് ഞാൻ നെയ്മർ കൂടി അവരുടെ തൊട്ടുപുറകിൽ നിർത്തും. ഈ മൂന്ന് പേരും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ക്രിസ്ത്യാനോ ഫുട്ബോളിന് ചെയ്ത കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും വളരെ മികച്ച കാര്യമാണ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യമാണ് എന്നുകൂടി ഇപ്പോൾ കാസമിറോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.